നമസ്കാരം. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. കോൺഗ്രസിന്റെ കേരളത്തിലെ ചാർജുള്ള ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് തീരുമാനം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തെ അറിയിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വിളിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം അടങ്ങിയ മുദ്രവച്ച കവർ ദീപാദാസ് മുൻഷി യോഗത്തിൽ വെച്ച് തുറക്കുകയും മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തെ അറിയിക്കുകയും ചെയ്യും. നിലവിൽ 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെട്ടത്. രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. ഇവരെ 3 പേരെയും തൃപ്തിപ്പെടുത്തുന്ന തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് കഴിയുകയില്ല എന്നിടത്താണ് മുഖ്യമന്ത്രി പ്രശ്നം കോൺഗ്രസിൽ സങ്കീർണമായത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസ് അണികൾ തെരുവ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയും ഇതാദ്യമായി കേരളത്തിന് കാണേണ്ടി വന്നു. നേതാക്കൾക്ക് വേണ്ടി ഫ്ലക്സ് യുദ്ധവും നാടുനീളെ അരങ്ങേറി. നേതാക്കളുടെ ഫ്ലക്സ് കീറലും അതിൽ കോൺഗ്രസ് അണികൾ തുപ്പുന്നതും വരെ മാധ്യമങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്തു. എന്തായാലും സതീശനും ചെന്നിത്തലയും വേണുഗോപാലും ഇവർ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. VD സതീശന് മുസ്ലിം ലീഗിൻ്റെ പിൻബലവുമുണ്ട്. സതീശനെ തീരുമാനിച്ചാൽ കോൺഗ്രസ് ലീഗിൻ്റെ അമിത സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന പഴി കേൾക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് ഇടപെടുന്നതിനെതിരെ കോൺഗ്രസിൽ എതിർപ്പ് നിലവിൽ ശക്തവുമാണ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചാൽ മുഖ്യമന്ത്രിയെ കെട്ടിയിറക്കി എന്ന പഴി ഹൈക്കമാൻഡിന് കേൾക്കേണ്ടിയും വരും. സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലും സീനിയോറിറ്റി പരിഗണിച്ചും ചെന്നിത്തലയ്ക്ക് തന്നെയാണ് സാധ്യത ഉള്ളത്. സതീശനെ അതിര് കവിഞ്ഞ് പിന്തുണയ്ക്കുന്ന ലീഗ് ചെന്നിത്തല വന്നാൽ എതിർത്തേക്കില്ല. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനമാണ് ഉച്ച കഴിഞ്ഞുള്ള നിയമസഭാ കക്ഷിയിൽ അറിയിക്കുക. ആര് മുഖ്യമന്ത്രിയായാലും കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് നേതാക്കൾ ഹൈക്കമാൻഡിന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലനിൽക്കുകയാണ്. സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അണികൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയേക്കും. സതീശന് പിന്നിൽ നിലയുറപ്പിച്ച മുസ്ലിം ലീഗും കടുത്ത അനിഷ്ടത്തിലാകും. ചെന്നിത്തലയെ അവഗണിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും ഒഴിവാക്കിയ രീതിയിൽ താൻ വീണ്ടും അവഗണിക്കപ്പെട്ടു എന്ന തോന്നൽ ചെന്നിത്തലയിൽ ശക്തമാകും. മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ വേണുഗോപാൽ ഗ്രൂപ്പും രംഗത്തിറങ്ങാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും തീരുമാനം 3 പേർക്കും ഗുണകരമാകുമെന്ന് വിലയിരുത്താൻ കഴിയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പകരം എന്ത് പോസ്റ്റ് നൽകിയാലും മറ്റു 2 നേതാക്കളിലും എതിർപ്പ് ശക്തവുമാവും. മുഖ്യമന്ത്രിയാണെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിൽ തന്നെ കേരളത്തിലേക്ക് വേണുഗോപാൽ പറന്നിറങ്ങിയേക്കും.